ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയിക്കാനാണ്. അതായത് തുടക്കക്കാരായ ആളുകൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഓൺലൈൻ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മാർക്കറ്റിലെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കലാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് എന്നതാണ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേണിറ്റി വെയർ, അതുപോലെ തന്നെ അഡൾട്ടിന് ആവശ്യമുള്ള കുർത്തി, കുർത്ത, അതുപോലെ പെപ്ലം ടോപ്പ്, ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് തന്നെ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഏറ്റവും ഈസിയും അതുപോലെ ആളുകൾക്ക് കൂടുതൽ താല്പര്യവും? ഇതെല്ലാം മനസ്സിലാക്കാനായി നമ്മൾ ആദ്യം തന്നെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് കാൽ വെക്കുകയല്ല വേണ്ടത്. മാർക്കറ്റ് ഒന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇതിനായി വേണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ ഫോം തയ്യാറാക്കി നിങ്ങളുടെ പേഴ്സണൽ കോണ്ടാക്റ്റുകളിലുള്ള ആളുകളോടൊന്ന് ഫിൽ ചെയ്തു തരാൻ പറയാം. അതുപോലെ ടെക്സ്റ്റൈൽസിലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. മാത്രവുമല്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ആളുകൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് വെയർ ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിളും ഇഷ്ടവും എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ള പ്രോഫിറ്റും നമുക്ക് ലഭ്യമാവണം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിസർച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടും മാർക്കറ്റ് റിസർച്ച് ചെയ്യാത്തത് കൊണ്ടുമൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വിഷമം അവരുടെ ബിസിനസ്സിൽ പിന്നീട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റ് റിസർച്ച് തന്നെയാണ്. ഒന്നിനെ കുറിച്ചും യാതൊരു അറിവുമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പല ഇൻഫ്ലുവൻസേഴ്സും തുടങ്ങുന്നത് കണ്ട് നിങ്ങൾ ഒരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ തുടങ്ങുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയതിനു ശേഷം മനസ്സിലാക്കേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള ക്ലോത്തുകളാണ് ആളുകൾക്ക് ഇഷ്ടമെന്നതും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ആളുകൾക്ക് ഇഷ്ടമെന്നതൊക്കെ കണ്ടെത്തണം. ഏതൊരു ക്ലോത്ത് ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടേതായ ഒരു പ്രത്യേക കയ്യൊപ്പ് അതിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവയിൽ നിന്നും ഒരു യുണൈക്കായിട്ട് വരികയുള്ളൂ. അടുത്തതായി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടുന്ന പ്രൊഡക്റ്റ് എടുക്കേണ്ടത് എന്നതാണ്. സൂറത്തിൽ നിന്നാണ് പലരും ഡ്രസ് മെറ്റീരിയൽസ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഹോൾസെയിലായിട്ട് നമുക്ക് പല പ്രോഡക്റ്റുകളും കടയിൽ നിന്ന് തന്നെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മാർക്കറ്റ് റിസർച്ചിൽ പെടുന്ന കാര്യം തന്നെയാണ്. ഇനി ഏതെല്ലാം മീഡിയം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ് നല്ല ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ മാർക്കറ്റിംഗ് നടത്തുന്നതും. നിങ്ങളുടെ സോഷ്യൽ മീഡിയയായിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാം നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയ ഒരു ലാഭം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എല്ലാം പതിയെ ശരിയാവും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം പോസ്റ്റുകളും വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. മാത്രവുമല്ല, കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായി ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ആക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ലാഭം കിട്ടാനായി നിങ്ങൾ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യരുത്. ഇതൊരിക്കലും നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാനോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തരാനോ ഒരിക്കലും ഉപകരിക്കില്ല. സോ നിങ്ങൾ വളഞ്ഞ വഴി ഒരിക്കലും സ്വീകരിക്കരുത്. നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ പ്രൈസിന് മാച്ചായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കണം നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത്. ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഷോപ്പുകൾ നന്നായി അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഈ സെയിൽ തുടങ്ങാൻ തന്നെ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് തുച്ഛമായ രീതിയിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ന്യായമായ വിലയിൽ തന്നെ ഇത് സെയിൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾ തുടക്കക്കാരാണ് എങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിക്കൂട്ടേണ്ടതില്ല. കുറച്ച് കുറച്ചായിട്ട് തന്നെ നിങ്ങൾ വാങ്ങിയിട്ട്
അത് നിങ്ങൾ സെയിൽ ചെയ്ത് അതിൻ്റെ സെയിൽ എത്രത്തോളം വരുന്നു എന്നതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റുകളും ഇറക്കുക. ഇതുപോലെ ഒരു കൃത്യമായ രീതിയിൽ വളരെ കാൽക്കുലേഷനോടെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും നല്ല രീതിയിൽ പച്ചപിടിക്കും. അതുപോലെ സ്റ്റോക്ക് ഡംപായി കിടക്കുകയുമില്ല. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നിങ്ങൾ പ്രചാരണം നടത്തിയാൽ പോരാ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരുടെയും ഫ്രണ്ട്സിനെ ഒക്കെ ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യണം. നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ വെയർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളോട് ഇത് നന്നായിട്ടുണ്ടല്ലോ, എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ഡീറ്റെയിൽ ആയി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് നന്നായി പറയാൻ പറ്റും. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഒന്നും കൂടെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. കാരണം ഇന്ന് ഒരുപാട് ഡ്രസ്സ് മോഡലുകളാണെങ്കിലും ഡിസൈനുകളാണെങ്കിലും പല രീതിയിലും അവൈലബിൾ ആണ്. അത് ടെക്സ്റ്റൈൽസിലാണെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്തെടുക്കുന്നതിലാണെങ്കിലും. പക്ഷേ എല്ലാവരും വെറൈറ്റി ആൻഡ് യുണൈക്ക് പീസുകളാണ് നോക്കുന്നത്. സോ നിങ്ങളുടെ ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരത് വാങ്ങിക്കും. ഇതൊക്കെയാണ് സാധാരണക്കാരുടെ ആഡ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടുള്ളത് വലിയ ഒരു തരത്തിലുള്ള പരസ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ നന്നായി കസ്റ്റമേഴ്സിന് ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ ബിസിനസ് തുടങ്ങി 1 മാസം 2 മാസം 3 മാസം ഇങ്ങനെ ഓരോ പീരീഡ് ആവുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയും. എക്സ്പീരിയൻസിനോളം വലിയ ഒരു ടീച്ചർ ഇല്ല. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഇനി തുടക്കക്കാരായ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന് വില കൽപ്പിക്കുന്നത് എന്ന് നോക്കാം. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മൊത്തം കൂട്ടി അതിലേക്ക് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് വന്നിട്ടുള്ള പ്രൈസ് എത്രത്തോളമാണ് എന്ന് നോക്കുക. എക്സാമ്പിൾ നമ്മൾ ഒരു 100 രൂപയുടെ ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ബാക്കി കൂടെ നമുക്കായിട്ടുള്ള, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നമ്മൾ ഒരു കടയിൽ ചെന്ന് പർച്ചേസ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ആഡ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള എല്ലാ ഡ്രസ്സിനും ഭാഗികമായി, അതായത് ഈക്വലി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു സംഖ്യയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ പ്രൊഡക്റ്റിനും കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും നിങ്ങൾ റിവ്യൂ എടുക്കുന്നതും മറ്റുള്ളവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കും. ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ്.